ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ വനത്തിൽ പോയി നെടുവൻ കിഴങ്ങ് വെട്ടുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് വനത്തിനകത്താണ്. ഇന്ന് നമ്മൾ കവലാൻ കിഴങ്ങ് വെട്ടാനായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ കവലാൻ കിഴങ്ങും അതിൻ്റെ വള്ളി എങ്ങനെയാണെന്നും അതിൻ്റെ ഇല എങ്ങനെയാണെന്നും എല്ലാം നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അത് നമ്മൾ വെട്ടി എങ്ങനെയാണ് അതിൻ്റെ പാചകം ചെയ്ത് കഴിക്കുന്നത് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇനിയും ഉണ്ട് വനത്തിനകത്ത് കഴിക്കാൻ പറ്റുന്ന വിഷമില്ലാത്ത കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇനിയും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം വെട്ടി എങ്ങനെയാണ് കഴിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സമയം കിട്ടുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് പോകാം ആ കവലാൻ കിഴങ്ങ് വെട്ടുന്നത് എങ്ങനെയെന്നും അതിനെക്കുറിച്ച് കാണാനും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെടുവൻ കിഴങ്ങ് വെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന നമ്മാട്ടിയൊന്നും പോരാ. അപ്പോൾ ഇത് വെട്ട ഇത്തിരി 1 മീറ്ററോളമൊക്കെ താന്നു പോകുന്ന ഈ കവലാനും നൂറാൻ എന്നൊക്കെ പറയുന്ന കിഴങ്ങുകൾ 1 മീറ്ററോളമൊക്കെ ചിലപ്പോൾ താന്നു പോകും. അപ്പോൾ അതിന് നമ്മളൊരു നല്ലൊരു കമ്പിയൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നെടുവൻ വെട്ടിയപ്പോൾ അതിന് നമ്മാട്ടി മാത്രം മതി. അത് കൂടിപ്പോൾ ഒരു ഒരടിയോളം പോയി കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണിൻ്റെ വലുതായിട്ട് താന്ന് പോകുന്ന സാധനമൊന്നുമല്ല. ഇത് പക്ഷേ നല്ല താഴ്ചയിൽ പോകുന്നതാണ്. അപ്പോൾ അതിനുള്ള കൊണ്ടുവന്ന കമ്പിയും നമ്മാട്ടിയൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ്ട് ഈ കമ്പി വെച്ചാൽ നമ്മൾ ഫുള്ള് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ കമ്പി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി ഇതാ അടുത്തെത്താറായി. ഇവിടെ നമ്മളെ തൊട്ട് മേളുള്ളൊരു കവലയുണ്ട്. അപ്പോൾ അത് കാണിച്ച് നമ്മുടെ കവലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂട് കാണിച്ചു തരാം. ഇതാണ് കവലയെന്ന് പറയണ വള്ളീൻ്റെ നമ്മുടെ അടുത്തോട്ടൊന്ന് കാണിച്ചു തരാം. എന്താ ചെറിയൊരു വള്ളിയാണ്. വള്ളിയാണ് ഇതിൻ്റെ ഇലയൊക്കെ ഇത്ര ഇങ്ങനെ പോയിട്ടുണ്ട്. ഇലയല്ല പള്ളി. അവിടെ ഇതിൽ കൂടെ ഇലയൊന്ന് കാണിച്ചു തരാം. വേണ്ട ഈ പഴുത്ത് വരണ ഈ കിടക്കണ ഈ ഇല കവല എന്ന് പറയണ വള്ളിയുടെ ഇലയാണിത്. എടുത്ത് കാണിച്ചത് ഇതാണതിൻ്റെ ഇല. അപ്പോൾ എല്ലാം പഴുത്തിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ നെടുവൻ ഇതാണ്ട ഇത് നമ്മൾ നെടുവൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ട ആ നെടുവൻ്റെ ഇല പോലെയല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ മുമ്പിലോട്ട് വലിയ വള്ളികളുണ്ട്. തോന ഇല ഞാൻ വള്ളി കൂടെ കാണിച്ചു. അതാണല്ലോ ഇത്ര വീതിയൊക്കെയുള്ള ഇതാണ് കവലാൻ കിഴങ്ങിൻ്റെ ഇല. ഒന്ന് കവലാൻ കിട്ടാൻ വേണ്ടി ഈ വഴിയിൽ വാടകയ്ക്ക് പോണത്. ഇതാണ്ട ഇങ്ങനെയാണ്. ഇതിന് ഒരു നേരെ ഒന്നായിട്ടാണ് പോകുന്നത്. കണ്ട ഇതാണ് കവലാൻ. അപ്പോൾ തടി അടിയിലോട്ട് താന്ന് പോയിട്ടുണ്ട്. താഴെ നിന്ന് വെട്ടിയെടുത്താൽ അറിയാൻ പറ്റില്ല. കണ്ട ഇതാണ് കവലാൻ്റെ ഒറ്റ അരിപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. കാണിച്ചില്ല, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് വലിച്ച് പൊട്ടിച്ചത് ഇതിനകത്തൊന്നും. ഈ കല്ലിൻ്റെ വലിയ കല്ലാണ്. നമുക്ക് കമ്പി വെച്ച് ഇളക്കി നോക്കാം. ഇളവോന്ന് ഭയങ്കരമായി കല്ലിൽ ശബ്ദമുള്ളതുകൊണ്ട് കല്ലൊക്കെ എടുക്കാൻ പറ്റും. താഴെ ഇവിടെ വന്നിട്ടുണ്ട് കല്ലിനകത്തൂടെ. ഈ കല്ലിൻ്റെ സൈഡിൽ കൂടെ ആണ് ഇതിനകത്തൂടെ ഈ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അതായിരിക്കേണ്ട ഇതാണ് നമ്മൾ കവലാൻ കേട്ടത്. ഇതിനകത്തൂടെ എന്താ ഇത്രയും കിട്ടിയിട്ടാ. നമുക്ക് താഴെ നിന്ന് എൻ്റെ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞാൽ താഴോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും നമ്മളെടുത്ത് കൊണ്ട് ഇത്രയും എടുത്ത് ഇതിനകത്തൂടെ താഴോട്ട് പോകണമല്ല. കല്ല് നേരുമുണ്ട്, കല്ലുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയൊരു അരടിയോളം കിട്ടി. ഇനിയും താഴോട്ട് ഇരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയുണ്ട് നമ്മളൊരു രണ്ടര അടി ഇവിടെ വെട്ടി താത്തി ഇനി അങ്ങോട്ട് പോകണതല്ലോ കേട്ടോ. ഇനിയും വെട്ടണം. അപ്പോൾ അത്രയും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. താഴോട്ട് വെട്ടാം. വേണ്ട ഇതുവരെ നേരത്തെ അവിടെ നിന്ന് എടുത്തതിൻ്റെ പകുതി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ.
അതിനകത്തിരിപ്പുണ്ട്. ഇതും കൂടെ നമുക്ക് എടുത്തേക്കാം. വീണ്ടും ഇത്രയും കിട്ടി, ഒരു അരയടിയോളം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് കമ്പീസ് വേണ്ട ഇപ്പം തന്നെ 1 മീറ്ററോളം താന്നു. അപ്പോൾ ഇനി താന്നോട്ട് പോകണേ ഉള്ളൂ. ഈ കമ്പി തന്നെ 3 അടി കൂടുതലുണ്ട്. നമ്മൾ അതിൻ്റെ തടിയിലോട്ട് ഈ കമ്പി ഇത്രയും ഒരു 1.5 മീറ്ററോളം താത്തി നമുക്ക് കിട്ടിയത് ഇത്രയും. അതിന് താഴോട്ട് പിന്നെ വീണ്ടും എടുത്തതിന് ശേഷം ഇത്രയും കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിന് താഴോട്ട് പോകണേ ഉള്ളൂ. ഒരു വലിയൊരു പാറയ്ക്കകത്തുക. അത് നമ്മളതിനെ മതിയാക്കി. നമുക്ക് കിട്ടിയത് ഇത്രയും കിട്ടി കേട്ടോ. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെടുത്ത് കുഴി ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ. നല്ല ഇതിപ്പോൾ 1.5 മീറ്റർ താഴ്ചയോളം അങ്ങ് കമ്പിയൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വെട്ടിപ്പോയതാണ് കേട്ടോ. ഈ വെട്ടി വെച്ച് വേറിൻ്റെ അവിടെ നിന്ന് വെട്ടി താഴോട്ട് പോയതാണ്. ആ കമ്പി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന വഴിയിലാണ് ഒരു കമൂല് പടുത്ത് വീണ് കിടന്നൊരു അടിപൊളി പാളയുണ്ട്. ഈ പാള ഞാൻ വെട്ടി എടുത്തിട്ട് നമുക്കിതെന്തിനാണെന്ന്, ഇതിൻ്റെ ലാസ്റ്റ് ഉപയോഗം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അടിപൊളി ഒരു പാള, നല്ല വീണ് അടിപൊളിയായിട്ട് കിടന്നൊരു പാള എടുത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളാണ്ട ഈ കാണുന്ന നമ്മളെ വനത്തിൽ കിട്ടുന്ന മുളയാണ്, പച്ചമുള. ഇതിൽ നിന്ന് ഒരു 2 കഷ്ണം മുള നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് വലിയ വീഡിയോ കാണാം. അങ്ങനെ 2 കഷ്ണം മുളക് നമ്മൾ വെട്ടിയെടുത്ത് പാളയുമായി ഇനി നേരെ പോകുന്ന നമ്മൾ ഒരു തോട്ടിലേക്കാണ്. അങ്ങനെ തോട്ടിൻ്റെ സൈഡിലേക്ക് എത്തി. അങ്ങനെ ഈ കാണുന്ന ചെറിയ തോട്ടിൽ സൈഡിൽ നമ്മളെത്തി. ഇവിടെ നല്ലൊരു നിരന്നൊരു പാറയാണ്. അപ്പോൾ ഇതിന് തൊട്ട് അടിഭാഗത്ത് ചെറിയ നല്ല രീതിയിലൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മഴ സമയത്ത് ഭയങ്കരമായ വെള്ളം വരുമ്പോൾ അടിപൊളി കാണാൻ നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ നമ്മളിന്ന് വെട്ടിയ കവലാനും പിന്നെ നമ്മളിന്ന് പാത്രമൊന്നും ഇല്ലാതുള്ള പാചകമാണ്. അപ്പോഴങ്ങനെ ആകുമ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ വനത്തിലൊക്കെ പോകുമ്പോൾ മുളയിലും ഒക്കെ വെച്ചാണ് ആഹാരം വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഒരു പാത്രമൊന്നും എടുക്കാൻ മറന്നു പോയെങ്കിൽ പക്ഷേ ഒരു ആഹാരമൊക്കെ വെച്ച് കഴിക്കണമെന്ന് പണ്ടുള്ള നമ്മളെ തലമുറകൾ കടന്നുപോയ അപ്പൂപ്പന്മാരൊക്കെ വനത്തിലൊക്കെ പോകുന്നത് ആഹാരം വെച്ച് കഴിച്ചൊരു രീതിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അതിന് വേണ്ടി വിറവൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുവന്ന മുള ഇന്ന് വൃത്തിയാക്കിയിടണം. അങ്ങനെ അതിന് വേണ്ടി 1 കഷ്ണം മുള നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ഇനി എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കഴുകണം. അങ്ങനെ വെള്ളത്തിലിട്ട് മുളയൊന്ന് കഴുകി എടുത്തതിന് ശേഷം നല്ലവണ്ണം നമ്മൾ മുള കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കഷ്ണം മുള മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 കഷ്ണം മുള നമുക്ക് വേണ്ടി വരും. അപ്പോൾ 2 നമ്മൾ 2 കഷ്ണം എടുത്ത് ഇതാണ് നമ്മൾ അടുത്ത് വേണ്ടി രണ്ടാമത് എടുത്ത ഒരു കഷ്ണം മുള. പക്ഷേ ഇതും നമ്മൾ വെട്ടി പകുതിയായിട്ട് എടുത്തു. ഇത് നമുക്ക് പകുതി കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ നല്ലവണ്ണം കഴുകി എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. അങ്ങനെ 2 കഷ്ണം മുളക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെട്ടിയ കവലാൻ എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം. ഇങ്ങനെ ചെത്തി തുടങ്ങി. പണ്ട് കാലങ്ങളിൽ ജനിച്ച് വളർന്നവർ കാട്ടിനകത്ത് പോയി ഇതേപോലെയുള്ള ആഹാരങ്ങളൊക്കെ വെട്ടി കഴിച്ച ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആ രീതിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ കണ്ടിച്ച് കഴുകിയെടുത്ത് കണ്ടിച്ചിന് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുളയ്ക്കകത്ത് നമുക്ക് കുറച്ച് ഇത് വലിയ മുളയാണെങ്കിൽ ഇത് ഏകദേശത്തിൽ വലിയ വലിപ്പമുള്ള മുളയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാരി കുറേ ഇട്ടതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ആ കത്തിച്ച തീയിൽ വെച്ചാണ് ഇന്ന് വേവിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് നമ്മളെ കവലാൻ കിഴങ്ങ് വേകാനായിട്ട് അടുപ്പിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെന്ത് ഇത്തിരി വേവാൻ നല്ല ഇത്തിരി താമസമുള്ളതാണ്. അപ്പോൾ അത് ഒത്തിരി നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ കവലാൻ കിഴങ്ങ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത് ഒരു വെറും ചായ കട്ടൻ കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ മുള ചെറുതായിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം കൊള്ളാൻ കണക്കിന് കണ്ടിച്ചെടുത്ത് അതും നേരെ നമ്മൾ വെള്ളം പിടിച്ച് ഒരു സൈഡിലേക്ക് വയ്ക്കാം. അപ്പോൾ കവലാൻ കിഴങ്ങ് വേവണ സമയത്ത് നമ്മൾ വെറും ചായം റെഡിയാവും. അപ്പോൾ പാത്രമില്ലെങ്കിൽ നമുക്ക് വനത്തിനകത്ത് ഇങ്ങനെയും പല കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ വെറും ചായക്ക് വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും അടുത്തടുത്തായി തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കവലാൻ കിഴങ്ങ് ഏകദേശം വേവാറായി.
അപ്പോൾ നമ്മൾ അടുപ്പിനകത്ത് വെച്ച കവലാൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി അതിനെ ഇറക്കണം. അപ്പോൾ നേരത്തെ വെട്ടിയ പാള നമ്മൾ ചെറുതായിട്ട് അറുത്തിട്ട് നല്ലവണ്ണം കഴുകിയൊന്ന് എടുക്കണം. ഈ പാള കൊണ്ടുവന്ന് നമ്മൾ ഈ കവലാൻ കിഴങ്ങ് ഇതിനകത്ത് തട്ടാനായിട്ട് നമ്മൾ പാത്രമൊന്നുമില്ല, നമ്മളിന്നെല്ലാം നാടൻ രീതിയിലാണ്, അതിനാണ് പാള എടുത്തത്. അങ്ങനെ നമ്മൾ ആ കവലാൻ കിഴങ്ങ് ഇറക്കിയിട്ട് ഇതിനകത്തിന് തട്ടി. അപ്പം അടിപൊളിയായിട്ട് അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മുള ഇനി നമുക്ക് ഉപയോഗമില്ല. നമ്മൾ നേരത്തെ വെറും ചായക്ക് വച്ച വെള്ളമാണ് ഈ ഇരിക്കുന്നത്, അത് ഏകദേശം തിളയ്ക്കാറായി. അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. അപ്പോൾ കവലാൻ കിഴങ്ങ് അടിപൊളിയായിട്ട് നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരെണ്ണം കഴിച്ച് അടിപൊളി. അപ്പോൾ നമ്മളിനി ആ വെറും ചായ ഒന്ന് കാണിച്ചു തരാം. വെറും ചായ തിളച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. ഉണ്ട് വെറും ചായ തിളച്ച് നമ്മൾ അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് അതും തിളച്ച്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലൊന്ന് ഒഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ നാടൻ രീതിയിലുള്ള ആഹാര പാചകം ഇങ്ങനെയാണ്. വെറും ചായ കിട്ടിയിട്ടുണ്ട്. ഫുൾ വനത്തിലൂടെങ്കിലും പോയി നമ്മളൊന്ന് പെട്ടുപോയാൽ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പാത്രമൊന്നും ഇല്ലെങ്കിലും വേവിച്ച് കഴിക്കാനുള്ള പാത്രവും എല്ലാം വനത്തിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.